പൈതൃക സ്മാരക സംരക്ഷണത്തിനൊപ്പം പ്രാദേശിക വികസനവും മുസിരിയസ് പദ്ധതിയുടെ ലക്ഷ്യം. മന്ത്രി മുഹമ്മദ് റിയാസ്. കൊടുങ്ങല്ലൂർ സംസ്ഥാനത്തുടനീളമുള്ള പൈതൃക സ്മാരകങ്ങൾ സംരക്ഷിക്കുന്നതിനോടൊപ്പം സ്മാരകങ്ങൾ നിലനിൽക്കുന്ന പ്രദേശത്തെയും അവിടുത്തെ സമൂഹത്തെയും ഉൾക്കൊള്ളുന്ന രീതിയാണ് മുസിരിയസ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് പൊതുമരാമത്ത് ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ് ചൂണ്ടിക്കാണിച്ചു. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന്റെ മുസിരിയസ് ഹെറിറ്റേജ് പ്രൊജക്ടിന്റെ ഭാഗമായി പുതുക്കിപ്പണിത ചെയർമാൻ ജുമാ മസ്ജിദ് കെട്ടിടത്തിന്റെയും കൊടുങ്ങല്ലൂർ ക്ഷേത്ര മ്യൂസിയം കെട്ടിടത്തിന്റെ ഉടമയടക്കം വിവിധ പൈതൃക സംരക്ഷണ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളമുള്ള പൈതൃക അവശേഷിപ്പുകളെ വീണ്ടെടുക്കാനുള്ള ഈ പദ്ധതി ഏറ്റവും കാര്യക്ഷമമായും സമയബന്ധിതമായും പ്രാദേശിക ജനതയ്ക്ക് ഉപയുക്തമായും നടപ്പാക്കാൻ സർക്കാർ ശ്രദ്ധിക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കീഴ്ത്തള്ളി ക്ഷേത്രമണ്ഡപം, തിരുവഞ്ചിക്കുളം കനാൽ ഹൗസ്, ഇസ്ലാമിക് ഡിജിറ്റൽ ആർക്കൈവ്സ്, മുസിരിയസ് വെബ്സൈറ്റ്, വിവിധ ആരാധനാലയങ്ങളുടെ അടിസ്ഥാന വികസനങ്ങൾ എന്നിവയുടെയും ഉദ്ഘാടനം പോലീസ് മൈതാനിയിൽ നടന്ന ചടങ്ങിൽ മന്ത്രി നിർവഹിച്ചു. MLA VR സുനിൽകുമാർ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ഇന്നലകളുടെ പൈതൃകത്തെ സംരക്ഷിക്കുന്നതിനോടൊപ്പം സമൂഹത്തിലെ മതേതരത്വവും മൈത്രിയും നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെ പ്രാദേശികമായ സഹകരണത്തോടെയാണ് മുസിരിയസ് പദ്ധതി നടപ്പിലാക്കുന്നതെന്ന MLA ചൂണ്ടിക്കാണിച്ചു. മുസിരിയസ് പാസ്പോർട്ട് എന്ന നവീന പദ്ധതിക്കും ചടങ്ങിൽ തുടക്കമായി. മുസിരിയസ് പ്രദേശത്തുള്ള 30ഓളം സ്മാരക മ്യൂസിയങ്ങൾ സന്ദർശിക്കുന്നതിനായി 500 രൂപ നൽകി മുസിരിയസ് പാസ്പോർട്ട് എടുത്ത് 6 മാസം കാലയളവിനുള്ളിൽ സന്ദർശിക്കുന്ന സഞ്ചാരികളെ മുസിരിയസിന്റെ അംബാസിഡർമാരാക്കി പ്രഖ്യാപിക്കുന്ന പദ്ധതിയാണിത്. ആദ്യ മുസിരിയസ് പാസ്പോർട്ട് MLA VR സുനിൽകുമാറിന് മന്ത്രി മുഹമ്മദ് റിയാസ് കൈമാറി. ഈ ബൃഹത്തായ പാരമ്പര്യത്തിൻ്റെ അവശേഷിപ്പുകൾ ഇന്നും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഏകദേശം 3000 വർഷത്തിൻ്റെ ചരിത്രം ഉൾക്കൊള്ളുന്ന ഈ പ്രദേശം ചരിത്ര ഗവേഷകരുടെ ഒരു വിളനിലമാണ്. ചരിത്ര ഗവേഷകർ വലിയ നിലയിൽ ഈ ചരിത്രത്തെ വർത്തമാന കാലഘട്ടത്തിന് കരുത്തും ഊർജവുമായി മാറുന്നതിന് ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. നമ്മുടെ ചരിത്രത്തെ സംരക്ഷിക്കുക എന്നുള്ളത് വർത്തമാന കാലഘട്ടത്തിന് മാത്രമല്ല, ഭാവിയുടെയും ആവശ്യമാണ്. പ്രത്യേകിച്ച് ഭിന്നിപ്പിൻ്റെ ആശയം വലിയ നിലയിൽ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു കാലത്ത് അതിനെ പ്രതിരോധം തീർക്കാൻ സാധ്യമാകുന്ന ഒരു ചരിത്രമാണ് മുസിരിസിൻ്റെയും ഈ പ്രദേശത്തിൻ്റെയും ചരിത്രം. ഇവിടെ അവശേഷിക്കുന്ന സ്മാരകങ്ങളുടെ സംരക്ഷണത്തിനായി 2006-ൽ മുസിരിസ് ഹെറിറ്റേജ് സൈറ്റുകൾ എന്ന പേരിൽ സംസ്ഥാന സർക്കാർ ഒരു കൺസെപ്റ്റ് പ്ലാൻ തയ്യാറാക്കി. സ്മാരകങ്ങൾക്കൊപ്പം അത് നിലനിൽക്കുന്ന പ്രദേശത്തെയും അവിടുത്തെ സമൂഹത്തെയും ഉൾക്കൊള്ളുന്ന രീതി ഉണ്ടാകണമെന്ന കാഴ്ചപ്പാടിലായിരുന്നു ഈ പദ്ധതിയുടെ രൂപകൽപ്പന. കൊടുങ്ങല്ലൂർ ചേരമാൻ പള്ളി ചരിത്രപരമായ പ്രത്യേകതയുണ്ട്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മുസ്ലിം പള്ളി എന്ന് കരുതുന്ന ചേരമാൻ പള്ളിയുടെ തനതായ ശൈലിക്ക് അനുയോജ്യമല്ലാത്തതും സമീപകാലത്തായി നിർമ്മിച്ച വിവിധ കൂട്ടിച്ചേർക്കലുകളും ഒഴിവാക്കിയാണ് മുസിരിസ് പദ്ധതിയിലൂടെ 1,13,00,000 രൂപയുടെ സംരക്ഷണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയത്.